ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സ്നേഹിതരെ, ഒരിക്കൽ കൂടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ അടുത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നും നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുകയാണ്. ആദ്യമായിട്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്നും കടന്നു പോകുമ്പോൾ അത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതായി തീരുവാൻ തക്കവണ്ണം നമ്മൾ മറ്റുള്ളവരെ നമുക്കൊരു പ്രശ്നമായി തീരാതിരിക്കാൻ തക്കവണ്ണം അങ്ങനെ നമ്മുടെ ഓരോ പ്രവൃത്തികളും ചിന്തകളും അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വിഷയം ദൈവരാജ്യം എന്നുള്ളതാണ്. ഞാൻ ഒരു ആമുഖമായൊരു വാക്യം സങ്കീർത്തനം 30-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു. നാം ഇപ്പോൾ ജീവിക്കുന്നത് ഒരു രാത്രിയിലാണ്. ആ രാത്രിയുടെ ആ രാത്രി തീരാറായി. അപ്പൊ ആ രാത്രി തുടങ്ങുമ്പോൾ തന്നെ അത് ഒരു കരച്ചിലിന്റെ രാത്രിയാണ്. അത് ആരംഭിച്ചത് മനുഷ്യവർഗത്തോടൊപ്പം ആരംഭിച്ചതാണ്. എന്നാൽ സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസിൽ ആനന്ദഘോഷം വരുന്നു. ആ ഉഷസ് എന്നുള്ളത് വരുവാനിരിക്കുന്ന, ഇവിടെ സ്ഥാപിക്കാൻ ഇരിക്കുന്ന ദൈവത്തിന്റെ രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്തിൽ ആനന്ദഘോഷം വരുന്ന ഒരു ദിവസമാണ്. അപ്പൊ എല്ലാവർക്കും അങ്ങേറ്റം സന്തോഷകരമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. കേവലം 24 മണിക്കൂറിന്റെ അല്ല, അതൊരു സുദീർഘമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ദൈവത്തിന്റെ രാജ്യം എന്നുള്ളത്. അപ്പൊ ആ രാജ്യത്തെ സംബന്ധിച്ച് ആണ് ഇന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ആമുഖമായി ഒരിക്കൽ കൂടെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ ഏതാനും മിനിറ്റുകളൊന്ന് കടന്നു പോവുകയാണ്. മറ്റൊന്നുമല്ല, വിശുദ്ധ വേദപുസ്തകം ദൈവാത്മനിശ്വസ്തമായ ഒരു ഗ്രന്ഥമാണ് എന്നുള്ളതിന് ഉള്ള ചില തെളിവുകൾ ബൈബിളിലെ പ്രവചനത്തിൽ നിന്നും നമ്മുടെ ചരിത്രം, കാലത്തെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചരിത്രത്തെ, ലോക ചരിത്രത്തെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഏതാനും ചില പ്രവചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് ഒന്ന് ഇസ്രയേൽ, അത് രണ്ടും ഇസ്രയേലിനോടുള്ള ബന്ധത്തിലുള്ളതാണ്. ആ യഹൂദ ജാതിയോടുള്ള ബന്ധത്തിലാണ്. ഒന്ന് നെബൂഖദ്നേസർ രാജാവ് എന്ന് പറയുന്ന ഒരു ബാബിലോന്യ ചക്രവർത്തി. ആ ചക്രവർത്തി കണ്ട ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടത് ഒരു ബിംബത്തെയാണ്. ആ ബിംബത്തിന് പല വിധത്തിലുള്ള ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബിംബം. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതിനുശേഷം നാം കണ്ടു അത് എത്ര ആക്യുറസി ഉള്ളതാണ് ഈ പ്രവചനങ്ങൾ. അത് യവന സാമ്രാജ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും, പേർഷ്യ മേദ്യ-പാർസ്യ രാജ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആ രാജ്യങ്ങളെ കുറിച്ച് നൽകിയിരിക്കുന്ന വിശദീകരണങ്ങൾ അങ്ങേറ്റം അത് ആക്യുററ്റ് ആയിട്ടുള്ള, ലോക ചരിത്രത്തിൽ നമുക്ക് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, ഇസ്രയേലിന് ദൈവം ഒരു ശിക്ഷാകാലം, അതായത് അവരെ മിസ്രയീമിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത കനാനിൽ അവരെ ആക്കി, അല്ലെങ്കിൽ പലസ്തീനിൽ, ഇന്നത്തെ പലസ്തീനിൽ അവരെ ആക്കി. അവിടെ നിന്നും ദൈവം അവർക്കൊരു ശിക്ഷ കൊടുത്തു. അത് 7 കാലത്തേക്കുള്ള ശിക്ഷയാണെന്ന്. അത് 2520 വർഷക്കാലമാണ് ആ 7 കാലം അല്ലെങ്കിൽ 7 വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് BC 606 തുടങ്ങി 1914 ഒന്നാം ലോകമഹായുദ്ധത്തോടുകൂടി ആ കാലം തീരുകയാണ്. അതിനെ മറ്റൊരു പേരിൽ പറയുന്നത് ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും എന്നുള്ളതാണ്. ഒരു വലിയ മറ്റൊരു പ്രവചനമാണ്. ജാതികളുടെ കാലം, അത് പുതിയ നിയമത്തിലുള്ളതാണ്. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും. അപ്പൊ ആ ജാതികളുടെ കാലം എന്ന് പറയുന്നത് ഇസ്രയേൽ എത്ര നാളുകൾ ഈ വിജാതീയ രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും കീഴിൽ വീണ്ടും അവര് അടിമപ്പെട്ട് ജീവിക്കും, ആ അധികാരത്തിന് കീഴിലായിരിക്കും. അവർക്ക് ഉണ്ടായ അവരുടെ രാജ്യത്വം, അവരുടെ അവസാനത്തെ രാജാവായിരുന്ന സെദെക്കിയാവ്, ഈ ബാബിലോന്യ പ്രവാസത്തിൽ ആ സെദെക്കിയാവിനെയാണ് അവർ ബാബേൽ ചക്രവർത്തി അടിമയായി കൊണ്ടുപോകുന്നത്, അതോടൊപ്പം ഇസ്രയേലിനെയും. അപ്പൊ പിന്നീട് അവർക്ക് ഒരു രാജഭരണം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവരെല്ലാം വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയി. എന്നാൽ ആ ചിതറിപ്പോയ യഹൂദൻ അവരെ മടക്കി
ഇസ്രയേലിലേക്ക് വരുത്തുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. അവിശ്വസനീയമായൊരു വസ്തുതയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രയേറെ രാജ്യങ്ങളിൽ ചിതറിപ്പോയ ഒരു ജനം അവർ എങ്ങനെ മടങ്ങി വന്നു ഇസ്രയേലിലേക്ക്? അതിന് ഒഴുക്കിയ രണ്ട് സംഭവങ്ങളാണ്, ലോക സംഭവങ്ങളാണ്. 1914 ആരംഭിച്ച് 17 പര്യവസാനിച്ച ഒന്നാം ലോക മഹായുദ്ധം, അതുപോലെ തന്നെ 1945 ആരംഭിച്ച് 47 തീർന്ന രണ്ടാം ലോക മഹായുദ്ധം. ഈ രണ്ട് യുദ്ധങ്ങൾ ഇസ്രയേൽ എന്നുള്ള രാഷ്ട്രത്തിന്റെ പുനർനിർമ്മിതിക്ക് ദൈവം ഒരുക്കിയ വഴികളാണ്. ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഇത് രേഖപ്പെടുത്തിയ പുസ്തകം, വിശുദ്ധ വേദപുസ്തകം, അത് ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ്, ദൈവത്തിന്റെ ആത്മാവാണ് ഈ എഴുത്തുകാരെ ഇതിന് ഉള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കും. ഇതാണ് നാം കാണുന്നത്. അതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു, ഇത്രയേറെ വിവിധ രാഷ്ട്രങ്ങളിൽ, രാജ്യങ്ങളിൽ ഇങ്ങനെ ചിതറിപ്പാർത്ത ജനം അവരെ മടക്കി കൊണ്ടുവന്നിരിക്കുന്നു. നോക്കുക, ഏതാണ്ട് 50 വർഷത്തിനുള്ളിൽ, അതായത് 1917 മുതൽ 50 വർഷത്തിനുള്ളിൽ 3 മില്യൺ യഹൂദന്മാർ ഈ ലോകത്തിന്റെ വിവിധ ഏതാണ്ട് 70 രാജ്യങ്ങളിൽ നിന്നായി ഇസ്രയേലിലേക്ക് മടങ്ങി വന്നു. നമ്മളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 1984 ഉണ്ടായ ഒരു അനുഭവം, അവര് എത്യോപ്യൻ യൂതൻ എന്ന് പറയുന്ന ഒരു വിഭാഗം, അവര് നൂറ്റാണ്ടുകളായി അവിടെ അവിടെ ചെതറിപ്പോയി, അവിടെ പാർത്ത് ആ ജനതയുമായി ഉള്ള ബന്ധത്തിലായവരാ. അങ്ങനെയാണ് അവർക്ക് എത്യോപ്യൻ ജൂതർ എന്നുള്ള പേര് തന്നെ വന്നത്. അവിടെ അവർക്കുണ്ടായ ആഭ്യന്തര കലാപത്തിൽ അവർക്കവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉണ്ടായി. നായാട്ടുകാരെ അയച്ച് ഞാൻ അവരെ അവിടെ നിന്നും പുറത്ത് ചാടിക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. അവരെ ഒരൊറ്റ ദിവസം കൊണ്ട് 10,000 ഈ എത്യോപ്യൻ യൂതന്മാരെ എയർലിഫ്റ്റ് ചെയ്ത് ഇസ്രയേലിലേക്ക് കൊണ്ടുവന്നു ഇസ്രയേൽ ഭരണകൂടം, മനസ്സിലാക്കുക. അതുപോലെ തന്നെ 91 ഒരൊറ്റ ദിവസം കൊണ്ട് 14,000 ചില്വാനം യഹൂദന്മാരെ ഇസ്രയേലിലേക്ക് വിവിധ ദേശങ്ങളിൽ നിന്നും മടക്കി കൊണ്ടുവന്നു. ഇതൊക്കെ അത്ഭുതകരമായിരിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ഇപ്പൊ വീണ്ടും പറയുക, നമുക്കറിയാം ഈ യെരുശലേം എന്ന് പറയുന്ന നഗരം, അത് മഹാരാജാവിന്റെ നഗരമെന്നാണ് യേശു തന്നെ പറയുന്നത്. നിങ്ങൾ സ്വർഗത്തെ കൊണ്ട് സത്യം ചെയ്യരുത്, അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. നിങ്ങൾ ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠമാണ്. യെരുശലേമിനെ കൊണ്ടും സത്യം ചെയ്യരുത്, അത് മഹാരാജാവിന്റെ നഗരമാണ്. യെരുശലേമിന്റെ സന്തോഷത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കാനാ പറഞ്ഞിരിക്കുന്നത്. യെരുശലേം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനത്തിന്റെ നഗരമെന്നാണ്. അപ്പൊ ഈ യെരുശലേം ഇസ്രയേലിന്റെ തലസ്ഥാനമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, ലോകം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, അമേരിക്കൻ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ്, ഇതിനു മുമ്പിലത്തെ തവണ അധികാരത്തിൽ വന്നപ്പോൾ ഈ ട്രംപ്, ഈ ട്രംപിന് മാത്രമാണ് യെരുശലേം ഇസ്രയേലിന്റെ തലസ്ഥാനമാണ് എന്ന് അംഗീകരിക്കുവാനും അതിനെ ലോകത്തിന്റെ മുമ്പിൽ അപ്രകാരം പ്രസിദ്ധമാക്കുവാനും സാധിച്ചത് ട്രംപിന് മാത്രമാണ്. എത്രയോ അമേരിക്കൻ പ്രസിഡന്റുമാര് ട്രംപിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യെരുശലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. ഇതൊക്കെ നമ്മെ കാണിക്കുന്നത്, ഇത് വലിയ കുറെ തെളിവുകളാണ്. എന്തിനാ? ദൈവരാജ്യ സ്ഥാപനത്തിന്റെ തെളിവുകളിലാണ് നാം ജീവിക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നത്. ഇത് ഞാൻ വീണ്ടും ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, കാരണം ഇന്നലെ എന്നെ കേൾക്കാത്തവർ ഒരുപക്ഷെ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് അതിൻ്റെ ഒരു മുൻ ചിന്ത വരിക എന്നുള്ളതിന് വേണ്ടി ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്? ഇത് ഞാൻ നേരത്തെ ഒരു ദിവസത്തെ ഞാൻ പറഞ്ഞിരുന്നു. മറ്റൊന്നുമല്ല, ഇവിടെ സകല ജനങ്ങളെയും അനുഗ്രഹിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവര് ഓരോരോ പ്രകടന പത്രികകൾ അവരിറക്കും. ആ പ്രകടന പത്രികയിൽ അവർ പറയുന്ന അവകാശങ്ങൾ, അവർ ജനത്തിന് വാഗ്ദാനം ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ, അത് നടപ്പിലാകണമെങ്കിൽ അവർക്ക് എന്തു വേണം? അവർക്ക് അധികാരം ലഭിക്കണം. അപ്പൊ ആ പ്രകടന പത്രികയെ മുൻനിർത്തിക്കൊണ്ട
അവര് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ജനങ്ങളെ. അപ്പോൾ ഇവിടെ ദൈവത്തിനും ഇങ്ങനെ ഒരു പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രിക എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സകല ലോകത്തെയും അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇതെവിടെ ആരംഭിച്ചു നാം നോക്കുക. അബ്രഹാമിനോട് ഏതാണ്ട് BC 2400 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അബ്രഹാം, ആ അബ്രഹാമിനോട് ദൈവം പറയുകയാ, നിന്റെ സന്തതി മുഖാന്തരം ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നുവെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവന്റെ അധികാരം ഈ ഭൂമിയിൽ നിറവേറപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രകടന പത്രിക നടപ്പാക്കാൻ സാധിക്കുള്ളൂ. എന്താണ്? നിന്റെ സന്തതി മുഖാന്തരം ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പൊ അബ്രഹാമിനോട് പറഞ്ഞതായത് അബ്രഹാമിന്റെ സന്തതി. അപ്പൊ ഈ ഒരൊറ്റ കാര്യത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ വളരെയേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള വസ്തുതകൾ തന്നെയാണ്. ആരാണ് ഈ അബ്രഹാമ്യ സന്തതി? അതാണ് നമ്മൾ ഒരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ടത്. അബ്രഹാമിനോട് പറഞ്ഞു, നാം ലോകപ്രകാരം നോക്കിയാൽ അല്ലെങ്കിൽ അബ്രഹാമിന് 2 സന്തതികളാ. ഒന്ന് ഇസഹാക്ക, മറ്റൊന്ന് ഇസ്മയേല. ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയാ. അവന്റെ ഭാര്യയായിരിക്കുന്ന സാറായിൽ ദൈവം അവർക്കൊരു വാഗ്ദാനം കൊടുത്തു. അവരേതാണ്ട് 100 വയസ്സുള്ളവരായി മക്കളില്ലാത്തവരായി അബ്രഹാം ജീവിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിച്ച ഒരു കാര്യം അതാ, എനിക്ക് ഒരു സന്തതികളില്ല, അവൻ മഹാധനവാനാണ്, അതിന് അവകാശിയായിട്ടൊരു മകനില്ല. അപ്പൊ ദൈവം പറഞ്ഞു, നീ ദുഃഖിക്കണ്ട, നിനക്ക് ഞാനൊരു മകനെ നൽകും. അത് സാറായുടെ ഗർഭപാത്രം അടഞ്ഞു കഴിഞ്ഞിട്ടും അവൾ നിർജീവമായിട്ടും ദൈവം ആ സാറായുടെ നിർജീവ ഗർഭപാത്രത്തെ ജീവൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. ആ സാറായിൽ നിന്ന് ദൈവത്തിന് അബ്രഹാമിനൊരു വാഗ്ദത്ത സന്തതിയെ ലഭിച്ചു. അവനാണ് ഇസഹാക്ക്. എന്നാൽ അതിനു മുമ്പ് തന്നെ സാറായുടെ ചില തീരുമാനപ്രകാരം ഒരു മകനുണ്ടായി. അത് അബ്രഹാമിന്റെ വെപ്പാട്ടിയിലാണ്. അതാണ് ഇസ്മയേൽ എന്ന് പറയുന്ന മകൻ. ഞാൻ പറഞ്ഞത്, അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി മുഖാന്തരം ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ആരാണ് ഈ അബ്രഹാമ്യ സന്തതി? ജഡപ്രകാരമുള്ള ആ ഇസഹാക്കാണോ അബ്രഹാമിന്റെ സന്തതി? എങ്കിൽ ആ ഇസഹാക്കിൽ കൂടെയാണോ ഈ അനുഗ്രഹങ്ങൾ വരുന്നത്? എന്നാൽ നാം ഗലാത്യ ലേഖനത്തിലേക്ക്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അബ്രഹാമിന്റെ സന്തതി അത് ക്രിസ്തുവാണെന്നാ പറയുന്നത്. ആ വാഗ്ദത്ത സന്തതി ക്രിസ്തു അത്രേ എന്നാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ ആ വാഗ്ദത്ത സന്തതി ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതി, ആ സന്തതി ഈ ലോകത്തെ അനുഗ്രഹിക്കാനുള്ള വാഗ്ദത്ത സന്തതിയാണ്. എന്നാൽ അവന്റെ ഒന്നാമത്തെ വരവിങ്കൽ അവൻ അങ്ങനെ ലോകത്തെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം അധികാരമുള്ളവനായിട്ടാണോ വന്നത്? അല്ല. ലോകത്തെ അനുഗ്രഹിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞു, ഒരു മാസ്റ്റർ പ്ലാൻ ഇവിടെ തയ്യാറാക്കണമെങ്കിൽ, നടപ്പാക്കണമെങ്കിൽ അതിന് അധികാരം വേണം. എന്നാൽ അവൻ ഒന്നാമത് വന്നത് അധികാരമുള്ളവനായിട്ടല്ല. പിന്നെയോ അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാഗ്ദത്ത സന്തതി അത് ക്രിസ്തുവിനോട് ചേർന്ന്, ഇവിടെ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിരുന്നു, ഈ രക്ഷ എന്ന് പറയുന്നത്, ആ രക്ഷാകര പദ്ധതിക്ക് 2 ഭാഗങ്ങളുണ്ട് എന്ന്. ഒന്ന് തിരഞ്ഞെടുപ്പിൻ രക്ഷയെന്നും മറ്റത് സൗജന്യ രക്ഷയുമെന്നാ പറയുന്നത്. അപ്പൊ ഈ തിരഞ്ഞെടുപ്പിൻ രക്ഷയിൽ കൂടെ ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിൻ രക്ഷയിൽ കൂടെ നിത്യജീവന് യോഗ്യരായി തീരുന്ന കുറെ വ്യക്തികളുണ്ട്, കുറെ മനുഷ്യരുണ്ട്. ക്രിസ്തുവിന്റെ അനുയായികളായി സ്വന്തം ജീവൻ പോലും അവന് വേണ്ടി ബലി കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്, ബലി കൊടുത്തിട്ടുള്ളവർ, ഇങ്ങനെ അവന് വേണ്ടി ജീവിതം മാറ്റിവെച്ച കുറെ വ്യക്തികളുണ്ട്. ഇവരെല്ലാവരും ഈ തിരഞ്ഞെടുപ്പിന്റെ പാതയിൽ മാർഗത്തിൽ വരുന്നവരാ. നമുക്ക് ഒരു യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇങ്ങനെയാ: ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു, തിരഞ്ഞെടുപ്പിൻ രക്ഷ എന്ന് പറയുന്ന ഒരു രക്ഷാകര പദ്ധതി, അല്ലെങ്കിൽ രക്ഷാകര പദ്ധതിയുടെ ആദ്യ ഭാഗമാണത്. തിരഞ്ഞെടുപ്പിൻ രക്ഷ. എങ്ങനെയുള്ളവരെ അവൻ തിരഞ്ഞെടുത്തത്? ലോകത്തിൽ ദരിദ്രരായവരെ.
അവര് ഈ ലോകപ്രകാരം അവർ ദരിദ്രരാ. നമുക്കറിയാം, ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് തന്നെ മീൻ മുക്കുവരായിരുന്നു, പിടിച്ചുകൊണ്ടിരുന്ന മുക്കുവരായിരുന്നു. ഈ ലോകപ്രകാരം വിദ്യാഭ്യാസം തീരെ ഇല്ലാത്തവരായിരുന്നു. അതിൽ പൗലോസിന് മാത്രമാ വിദ്യാസമ്പന്നനായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം അക്ഷരജ്ഞാനം പോലും ഇല്ലാത്തവരായിരുന്നു അവർ. അപ്പൊ അങ്ങനെ സമ്പത്തിന്റെ കാര്യത്തിലോ അങ്ങേയറ്റം ലോകത്തിൽ ദരിദ്രരായിരുന്നു. ഒരു ദിവസം മീൻ പിടിക്കാൻ പോയി കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പട്ടിണി കിടക്കേണ്ട അവസ്ഥയുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു. അവരെ അവൻ തിരഞ്ഞെടുത്തത് ക്രിസ്തു. പ്രിയമുള്ളവരെ, അപ്പൊ ഇവിടെ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ, അപ്പൊ ആ ദാരിദ്ര്യം എന്ന് പറയുന്നത് സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അവരുടെ സ്വഭാവത്തിന്റെ കാര്യത്തിലും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം കാണും എന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം പൊതുവെ അവരുടെ മനസ്സെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത് അല്പം കിട്ടിയാൽ മതി, അത് വലിയ പെരിപ്പിച്ച് അവരങ്ങേയറ്റം അഹങ്കാരത്തിന്റെ, സ്വാർത്ഥതയുടെ ഒക്കെ ഒരു പാതയിൽ നടക്കുന്നവരാ, മാനസികാവസ്ഥയിലുള്ളവരാ. എന്നാൽ ദരിദ്രരായിരിക്കുക, നാം ഒന്നുമില്ലാത്തവരാണ് എന്നുള്ള ചിന്തയിൽ താഴ്മയും വിനയമുള്ളവരായി ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കുക. എങ്കിൽ മാത്രമേ താഴ്ന്ന നിലത്തെ നീരോടൂ, അവിടെ ദൈവം കൃപ ചെയ്യൂ എന്നൊരു ചൊല്ല് നമുക്ക് മലയാളത്തിലില്ലേ? അപ്പൊ ആ ഒരവസ്ഥ മനുഷ്യന്റെ എളിമയുടെ, താഴ്മയുടെ ക്രിസ്തു കാണിച്ചു കൊടുത്തു തന്റെ ജീവിതത്തിൽ. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി കൊടുത്തവനാ അവൻ. എന്താ, ശിഷ്യന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, തങ്ങളിൽ ആരാണ് വലിയവനാകേണ്ടതെന്ന്. അപ്പൊ ക്രിസ്തു ഇതറിഞ്ഞുകൊണ്ട് അവൻ ഒരു തോർത്തെടുത്ത് അവന്റെ അരയിൽ ചുറ്റി, അതിനുശേഷം എന്ത് ചെയ്തു, ഈ ശിഷ്യന്മാരുടെ കാൽ കഴുകി, എന്നിട്ട് ആ തോർത്തുകൊണ്ട് അവരുടെ കാൽ തുടച്ച്, അങ്ങനെ ആ കാൽ ചുംബിച്ച ക്രിസ്തു. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെയൊക്കെ ഒത്തിരി കാപട്യങ്ങൾ, കപട അനുകരണങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് സഭകളിൽ കാണാൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളും ആകേണ്ടതിന് തിരഞ്ഞെടുത്തു. അപ്പൊ തിരഞ്ഞെടുപ്പിന്റെ മാർഗത്തിൽ, പാതയിൽ വരുന്നവർ എങ്ങനെയുള്ളവരായിരിക്കും? മറ്റൊരു വാക്യം, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പൊ ദൈവത്തിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം, ഞാൻ പറഞ്ഞു, ഇതാണ് ആദ്യത്തെ പടി. ഈ വാതിലാണ് ആദ്യം നാം കടക്കേണ്ടത്. ഈ രക്ഷാകര പദ്ധതിയുടെ ആദ്യ ഭാഗം അവിടെയാണ്. എന്താണ്? നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും. അപ്പൊ ഈ ആയുസ്, ഈ കാലഘട്ടം ഒരു തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമാണ്. അവിടെ ദൈവം നമ്മെ വിളിക്കപ്പെട്ടവർ അനേകരാ, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ. അപ്പൊ അത് ഉറപ്പാക്കണം. എന്തുകൊണ്ടാ? നമുക്ക് ലഭിച്ച ഈ വിളിയും തിരഞ്ഞെടുപ്പും അത് വൃഥാവായി പോയി എന്ന് നമുക്ക് വരരുത്. കാരണം നാം ഓടുന്നത് ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മുടെ ഓട്ടം. അപ്പൊ ആ ഓട്ടത്തിൽ നമ്മുടെ സ്വഭാവമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്രമീകരിക്കേണ്ടത്. സ്വഭാവമാണ് ഏറ്റവും കൂടുതൽ നാം ശുദ്ധീകരിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം. അപ്പൊ ഈ രാജ്യമാണ് ക്രിസ്തു ഇവിടെ സ്ഥാപിക്കുന്നത്. ആ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് അത് നിത്യരാജ്യമാ, എവർ ലാസ്റ്റിംഗ് കിങ്ഡം. അതാണ് നാം കാണേണ്ടത്. എന്തുകൊണ്ടാ? ഈ ഒരു പ്രത്യേകത ഈ രാജ്യത്തിന് മാത്രമേ ഉള്ളൂ. ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു രാജ്യങ്ങൾക്കും ഇപ്രകാരം എവർ ലാസ്റ്റിംഗ് ആയിട്ട് നിത്യമായി ഇവിടെ അധികാരത്തിൽ നിൽക്കാൻ സാധിച്ചിട്ടില്ല. നാം കണ്ട രാജ്യങ്ങളുടെ സ്ഥിതിയൊക്കെ അതല്ലേ. ബാബിലോന്യ സാമ്രാജ്യം കേവലം 70 വർഷം കഴിഞ്ഞപ്പോൾ അവർ അസ്തമിച്ചു പോയി. അതിനുശേഷം വന്ന മേദ്യ പാർസ്യ സാമ്രാജ്യം
അത് BC 536 തുടങ്ങി BC 333 വരെ ആയപ്പോൾ അവര് അധികാരത്തിൽ ഭ്രഷ്ടരാക്കപ്പെട്ടു. അതിനുശേഷം വന്ന അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യം അത് BC 33 ആയപ്പോഴേക്ക് അതും സ്ഥാനഭ്രഷ്ടമാക്കപ്പെട്ടു. അതിനുശേഷം വന്ന റോമ സാമ്രാജ്യം, അതിൻ്റെയും അവസ്ഥ എന്താണ്? അപ്പൊ ഇതൊന്നും നിത്യമായി നിൽക്കുന്ന രാജ്യമല്ല. എന്നാൽ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിൽ കണ്ടു ഒരു കല്ല് അത് വളർന്ന് ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു. അത് എന്നേക്കുമായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതാണ് കർത്താവിന്റെ നിത്യരാജ്യം എന്ന് പറയുന്നത്. അത് ആ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. വീണ്ടും പറയാം, നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ പറയുക, എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവരാണ് നിങ്ങൾ. അപ്പൊ ഈ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നവർ അവരുടെ യോഗ്യത എന്താണെന്ന്, എന്റെ പരീക്ഷകളിൽ എന്നോടൊപ്പം നിന്നവരാ നിങ്ങൾ. അപ്പൊ അവരോട് പറയാ, എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും ഒരു രാജ്യം നിയമിച്ചു തരുന്നു. നോക്കുക, അപ്പൊ ക്രിസ്തുവിന് അവന്റെ പിതാവ് യഹോവയാം ദൈവം, അവൻ ക്രിസ്തുവിന്റെ പിതാവാണ്. പലരും പറയും ക്രിസ്തു തന്നെയാണ് യഹോവ എന്ന്. അത് അങ്ങേയറ്റം അബദ്ധമാണ്. വേദപുസ്തകപരമായിട്ട് ജ്ഞാനമണ്ടത്തരാ. അപ്പം എന്താ പറഞ്ഞത്? എനിക്ക് എന്റെ പിതാവ് രാജ്യം നിയമിച്ചു തന്നു, അതുപോലെ ഞാൻ നിങ്ങൾക്കും രാജ്യം നിയമിച്ചു തരുന്നു. എന്നിട്ട് പറയാ, നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ മേശയിങ്കിൽ നിന്ന് തിന്നുകുടിക്കുകയും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രയേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. അപ്പൊ ഇസ്രയേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് ഈ പറയുന്ന അബ്രഹാമ്യ സന്തതി എന്ന് പറയുന്നത്. നിന്റെ സന്തതി മുഖാന്തരം ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഭൂഗോത്രങ്ങളെ അനുഗ്രഹിക്കുവാനുള്ള അബ്രഹാമ്യ സന്തതി എന്ന് പറയുന്നത് ഇപ്രകാരം ഈ ആയുസിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനമാണ്. അപ്പോസ്തലൻ പറയാ, പൗലോസ് അപ്പോസ്തലൻ 2 തിമോത്തിയോസ് 4-8 വാക്യത്തിൽ പറയാ, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന്. നോക്കുക, അപ്പൊ ഈ കാലഘട്ടത്തിൽ ഞാൻ ഇതൊരു പോരാട്ടത്തിന്റെ പാതയാണ്. ഇത് സുഖലോലുപതയിൽ കഴിയേണ്ടതല്ല. ഇന്നത്തെ നമ്മുടെ സഭകളെല്ലാം ആ അവസ്ഥയിലേക്ക് മാറിപ്പോയി. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു ദിവസം പറയാം. അപ്പൊ ഞാൻ നല്ല പോർ പൊരുതു, എന്റെ വിശ്വാസം കാത്തു. അപ്പൊ നമ്മളുടെ ഈ പോരാട്ടം എന്താ? സത്യവിശ്വാസത്തോടുള്ള പോരാട്ടം, വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ സത്യവിശ്വാസത്തിൽ നിന്നും നമ്മെ അകറ്റിക്കളയുവാൻ ഈ ലോകത്തിന്റെ ദുഷ്ടശക്തികൾ നമ്മുടെ പിന്നാലെ ഉണ്ടാകും. പക്ഷെ പല മോഹങ്ങൾ, പല നമുക്ക് മുന്നിൽ പല വിധത്തിലുള്ള മോഹങ്ങളും നൽകിക്കൊണ്ട് അവര് ഈ വിശ്വാസത്തിൽ നിന്നും, സത്യവിശ്വാസത്തിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ഈ ലോകത്തിലെ ദുഷ്ടശക്തി പിശാച് നമ്മുടെ പിന്നാലെ ഉണ്ട്. അവൻ അലറുന്ന സിംഹം പോലെ നമുക്ക് പിന്നാലെ ഉണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു. എന്നിട്ടോ ഇനി എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഇനി നീതിയുടെ കിരീടം എനിക്കായി അവൻ വെച്ചിരിക്കുന്നു. അത് ആ ദിവസത്തിൽ അവൻ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെയെന്ന. അപ്പൊ നാം നോക്കുക, ഒരു ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തുന്ന, ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തുന്ന അപ്പോസ്തലൻ പറയുക, നമ്മൾ പലപ്പോഴും ജീവിതമൊക്കെ തീരാറാവുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ലോകത്തെ കുറിച്ചാ, നമ്മുടെ ഈ ലോക ജീവിതത്തെ കുറിച്ചാ ചിന്ത. നമ്മളൊരു വിൽപ്പത്രമൊക്കെ എഴുതി വെക്കും, മക്കൾക്കും മക്കളുടെ മക്കൾക്കും ആർക്കൊക്കെ വീതം വെച്ച് കൊടുക്കാൻ സമ്പത്ത്, അങ്ങനെ വിൽപ്പത്രം തയ്യാറാക്കും. വേണ്ടി വന്നാൽ നമുക്കുള്ള അടക്കാൻ ഒരു ശവക്കല്ലറയും കൂടെ പണിതു വെക്കും. ഇങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ നാളുകൾ അങ്ങനെ മാറ്റിവെക്കും ചിന്തിച്ചുകൊണ്ട്. പക്ഷെ അപ്പോസ്തലൻ അതല്ല ചെയ്തത്. അപ്പോസ്തലൻ ചെയ്തത്, ഞാൻ വിശ്വാസം കാത്തു, നല്ല പോർ പൊരുതു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ നീതിയുടെ കിരീടം നഷ്ടപ്പെട്ടു പോകാതെ അത് കാത്തു സൂക്ഷിക്കാൻ
അത് അവൻ ലഭിക്കുന്നത് എന്ന് നമുക്ക് പിന്നാലെ കാണാൻ സാധിക്കും. അവന്റെ പുനരുത്ഥാനത്തിലാണ്. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ അങ്ങനെയുള്ള ഈ കാലഘട്ടം, അപ്പൊ ഇത് തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമാണ്. ഇവിടെ ക്രിസ്തു പറഞ്ഞു, രണ്ട് വഴികളാ ക്രിസ്തു കാണിച്ചു തന്നത്. ഒന്ന് ജീവന്റെ വഴിയാ, ജീവനിലേക്കുള്ള വഴിയാ. അത് ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ് ജീവനിലേക്കുള്ള വഴി. മറ്റവന് നാശത്തിലേക്കുള്ള വഴി, അത് വളരെ വിശാലമാണ്. അപ്പൊ ഈ ലോകത്ത് നാം കാണുന്നതാ വിശാലമായിരിക്കുന്ന ഒരു വഴി എവിടെയുണ്ട്? അത് നാശത്തിലേക്കുള്ള വഴിയാണ്. ഇന്ന് അനേകരും തിരഞ്ഞെടുക്കുന്നത് ആ നാശത്തിലേക്കുള്ള വിശാലമായ വഴിയാണ്. എന്നാൽ ഈ കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടകരമായിരിക്കുന്ന ഈ ഇടുങ്ങിയ വഴി തിരഞ്ഞെടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. അവരാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ മാർഗത്തിൽ വരുന്നവര്. അപ്പൊ ലോകത്തെ അനുഗ്രഹിക്കുക എന്നുള്ള അബ്രഹാമ്യ സന്തതിയുടെ ഉത്തരവാദിത്വം, അല്ലെ, അബ്രഹാമ്യ സന്തതിയിൽ കൂടെയാണ് ഈ ലോകത്തിന്റെ അനുഗ്രഹം നടക്കേണ്ടതെങ്കിൽ ആദ്യമേ ആ അബ്രഹാമ്യ സന്തതിയെ രൂപപ്പെടുത്തണം. അതിനുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ശിഷ്യന്മാരോട് ക്രിസ്തു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷത്തിൽ പറയാ, അവര് ചോദിച്ചു, ഞങ്ങൾ സകലതും വിട്ടു നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ഇതായിരുന്നു അവരുടെ സംശയം. അവര് പലരും ചിന്തിച്ചു, ക്രിസ്തുവിന്റെ പിന്നാലെ അവര് പോയത്, ക്രിസ്തുവിന്റെ വാക്കുകളും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എല്ലാം കണ്ടു, ഇവനൊരു മഹാപുരുഷനാണ്, ഒരു ദിവ്യ പുരുഷനാണ്, അവൻ താമസമില്ല ഈ റോമൻ ആധിപത്യത്തെ, രാജാവ് ചക്രവർത്തിയെ കീഴടക്കിക്കൊണ്ട് തങ്ങളുടെ രാജാവായി ഇവിടെ അവരോധിക്കപ്പെടുമെന്ന് അവർ ചിന്തിച്ചവരാ. അതുകൊണ്ടായിരിക്കും അവര് ഇങ്ങനെ ക്രിസ്തുവിന്റെ പിന്നാലെ എല്ലാം ഉപേക്ഷിച്ച് ചെന്നത്. അവര് പറഞ്ഞു, ഞങ്ങൾ സകലവും ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വരികയാണ്, പക്ഷെ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ക്രിസ്തു എന്ത് പറഞ്ഞു? മനുഷ്യപുത്രൻ ഇപ്പോഴാണ് എന്ത് പറയും? നിനക്ക് ഇപ്പൊ തന്നെ ഒരു 15 ഏക്കർ സ്ഥലം അങ്ങോട്ട് എഴുതി തന്നേക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത ലോട്ടറി, അടുത്ത ഓണത്തിന്റെ ലോട്ടറി, ബമ്പർ ലോട്ടറി അടിക്കാൻ വേണ്ടി ഞാൻ ഉള്ള വഴി ഒരുക്കി തന്നേക്കാം, അല്ലെങ്കിൽ നിന്റെ മക്കൾക്കെല്ലാം ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന വിദേശ ജോലിയും അത് നിനക്ക് തന്നേക്കാം, നിനക്ക് എന്തെല്ലാം ബാധ്യതകൾ, കടബാധ്യതകളുണ്ട്, ഋണബാധ്യതകളുണ്ട്, അതൊക്കെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തീർത്തു തന്നേക്കാം, വേണമെങ്കിൽ എൻ്റെ ഫോണിൽ അതിന്റെ സന്ദേശം വന്നിട്ടുണ്ട്, അതിന്റെ SMS മെസ്സേജ് എനിക്ക് കിട്ടി, ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഫോണിലേക്ക് പകർന്നിട്ടുണ്ട്, നിങ്ങളുടെ കടങ്ങളെല്ലാം ഇന്ന് രാത്രി ഞാൻ തീർത്തു തരും. എൻ്റെ സുഹൃത്തുക്കളെ, ഈ ജാതിയുള്ള വീമ്പുകളും അങ്ങനെയുള്ള വമ്പത്തരങ്ങളും പറയുന്നത് നമ്മൾ എത്രയോ കേൾക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് ചോദിച്ചപ്പോൾ ക്രിസ്തു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ തന്റെ പുനർജനനത്തിൽ വരുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും. അപ്പൊ മനുഷ്യപുത്രൻ തന്റെ ജനനത്തിങ്കൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടണമെങ്കിൽ ക്രിസ്തു ഇവിടെ സമാഗതനാകണം, അവൻ വീണ്ടും ഇവിടെ വരണം, അവന്റെ രണ്ടാമത്തെ വരവിങ്കൽ. അതിന്റെ ലക്ഷ്യം വളരെ വലിയ ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യമാണ് സകല ജനത്തെയും അനുഗ്രഹിക്കുക എന്നുള്ളത്. ഇന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ വിനാശമാണ്, ഈ ലോകത്തെ ചുട്ടുകരിക്കാൻ വേണ്ടിയാ. ഈ പ്രകാരം ഈ ആഴ്ചയിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏതാനും പേരെ അവൻ മധ്യാകാശത്ത് വന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ അവരോടൊപ്പം സ്വർഗത്തിൽ അങ്ങനെ നീണാൾ വാഴുകയാണ് അവന്റെ ലക്ഷ്യം. അതിനുശേഷം ഇവിടെയുള്ള ആ ഗണത്തിൽ പെടാത്ത സകലരെയും ചുട്ട് കരിച്ചു കളയും, ഈ ഭൂമി അഗ്നിച്ചാമ്പലാക്കും എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം അങ്ങേയറ്റം വേദവിരുദ്ധമാണ്. അപ്പൊ പ്രിയമുള്ളവരെ, അവൻ ഇപ്രകാരം ഒരു രാജ്യം ഇവിടെ സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭരണകൂടം ഇവിടെ സ്ഥാപിക്കുന്നത്, ഈ വലിയ ബൃഹത്തായിരിക്കുന്ന ഈ പദ്ധതി സകല മാനവരാശിയെയും രക്ഷയിലേക്ക് കൊണ്ടുവരിക, ജീവനിലേക്ക് കൊണ്ടുവരിക. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, രക്ഷ എന്ന് പറയുന്നത് മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള യാത്രയാണ്. മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യവർഗം ജീവൻ പ്രാപിക്കുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. അതിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഭാഗം. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ തന്നെ, ഇതിന്റെ ബാക്കി ഭാഗത്തേക്ക് ഞാൻ കടന്നു വരാം, ചിന്തിക്കാം. ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണ് ഈ അബ്രഹാമ്യ സന്തതി ആരാണ്, അവൻ എങ്ങനെയാണ് അവന്റെ അനുഗ്രഹം നടപ്പാവുന്നത് എന്ന് പറഞ്ഞു.
അത് നമുക്ക് അടുത്തപടിയായി ചിന്തിക്കാം. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധാപൂർവം എന്നോടൊപ്പം ഉണ്ടായിരിക്കുക. നമുക്ക് ദൈവത്തിന്റെ വചനം കൂട്ടായി ചിന്തിക്കാം, പഠിക്കാം. അന്ധകാരത്തിൽ നിന്നും അവൻ നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ,